വൈ ആൻ്റണി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പടം കണ്ടു കഴിയുമ്പം കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ചതിക്കാൻ തോന്നില്ല, കാര്യം നമുക്ക് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര വിഷമമാവും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യാറില്ല. ജോലിക്കൊന്നും പോവാതെ അവളാണ് കുടുംബം നോക്കണതൊക്കെ. ഈ ഗ്യാപ്പിൽ വീട്ടിൽ പോകുമ്പോൾ എന്നെ ഇവിടെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. വീട്ടിലേക്ക് പോകാൻ സമയത്തുള്ള പരിപാടിയായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് വായിലിടും, ഒരു സമാധാനത്തിന് വേണ്ടി, ടേസ്റ്റ് അറിയാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റിലത്തെ ഒരു പഞ്ച് തന്നെ ഒരു കുറേ പ്രാവശ്യം ജീവിക്കും. അപ്പോൾ നമുക്ക് ബോറാവും. അറിയണവർക്ക് ഇത് ഭയങ്കര ചിരി വരും നമ്മൾ കാണിക്കണമെന്ന്. ഒന്ന് റിലാക്സ് ചെയ്യാൻ ദുബായി പോയി കഴിഞ്ഞാൽ അവിടെയും വെറുതെ വിടത്തില്ല, അവിടെയും പ്രാക്ടീസ്. വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യമൊക്കെ വന്നു തുടങ്ങിയത് സംഭവം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ദാവീദ് റിലീസിന് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ആന്റണി വർഗീസ് ആൻഡ് ദീപു രാജി. സോ രണ്ടുപേർക്കും വെൽക്കം. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയ ഒരു സ്പോർട്സ് ഡ്രാമ ഏതായിരിക്കും? റോക്കി. ശരിക്കും ഇപ്പോൾ ദാവീദ് ചെയ്യുമ്പോൾ ഈ സ്പോർട്സ് ഡ്രാമ നമുക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ചെറുപ്പത്തിലെ ഈ ഒരു നായകന്റെ കൂടെ നിൽക്കുന്ന സ്പോർട്സ് ഡ്രാമകൾ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജോണറിൽ വരുന്നിട്ടില്ല. ശരിക്കും ഈ ദാവീദ് കൈ കൊടുക്കുമ്പോൾ ഈ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ജോണർ ചെയ്യാൻ പോവാണെന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലും, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരു ഫാമിലി ഇമോഷൻ. പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടാണ് ഇതിനകത്ത് ഫാമിലി ഇമോഷൻ അവർ എഴുതി വെച്ചേക്കണത്. പക്ഷെ ഈ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പം ഈ അബുവിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇപ്പം അവൻ ഭയങ്കര മടിയനായിട്ടാണ് ജീവിക്കണത്. അപ്പോൾ ഇവൻ്റെ കുടുംബം നോക്കണത് അവൻ്റെ ഭാര്യയാണ് ഷെറിൻ. പിന്നെ ഇവർക്കൊരു കാന്താരിയായിട്ടുള്ളൊരു മോളും ഉണ്ട്. അപ്പം ഈ ഒരു ഫാമിലി ലൈഫ്, ഇവൻ ജോലിക്കൊന്നും പോവാതെ, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗൺസർ പരിപാടിയൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ ജോലിക്കൊന്നും പോവാതെ അവളാണ് കുടുംബം നോക്കണതൊക്കെ. ആ സാഹചര്യത്തിൽ ഇവൻ്റെ ലൈഫിലേക്ക് പെട്ടെന്നൊരു പ്രശ്നം വരുന്നു. ആ പ്രശ്നം ഇവരുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിനെ മാറ്റുന്നു. പിന്നെ ഇവൻ അതിനെ ചലഞ്ച് ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മുടെ ദാവീദ് എന്ന് പറഞ്ഞ അതിൻ്റെ. അപ്പോൾ അതൊരു പക്ക നമുക്ക് ശരിക്കും നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്പോർട്സ് ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ദാവീദ്. ശരിക്കും പെപ്പേനെ മനസ്സിലുണ്ടായിരുന്നു ഈ എഴുത്ത് പരിപാടികളൊക്കെ? എഴുത്ത് പരിപാടിയിലല്ല, നമ്മൾ ആ കഥയും കാര്യങ്ങളും എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇത് ഏത് നടൻ ചെയ്യും എന്നുള്ള ചോദ്യം നമുക്കുണ്ട്. നമ്മൾ ഇതുമായിട്ട് ഷിബു ബേബി ജോൺ, അച്ചുവും ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമ്മൾ അച്ചുവിൻ്റെ അടുത്തും ഷിബുസാറിൻ്റെ അടുത്തും സംസാരിക്കുമ്പം നമ്മളിങ്ങനെ ആൻ്റണി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളെ സൈഡിൽ നിന്ന് വെക്കുന്നു. അവർക്കും ഓക്കെ ആയിരുന്നു. വൈ ആൻ്റണി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പടം കണ്ടു കഴിയുമ്പം കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം ആൻ്റണി അല്ലാതെ നമുക്ക് വേറൊരാളെ അബുവായിട്ട് ചിന്തിക്കാനേ പറ്റത്തില്ല. അബു എന്ന് പറയുന്ന ക്യാരക്ടർ ആൻ്റണിയെ കുറച്ച് പറഞ്ഞ് പറ്റിച്ചു കേട്ടോ. അബു മടിയനാ, അതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല എന്നുള്ള സ്കീമിലാണ് ആൻ്റണിയുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആൻ്റണി ചോദിച്ചാൽ മടിയനല്ലേ, സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ള സ്കീമിലായിരുന്നു. പക്ഷേ ഈ മടിയന് വേണ്ടിയിട്ട് പുള്ളി ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വന്നു, ബോക്സിങ് ട്രെയിൻ ചെയ്യേണ്ടി വന്നു, പുള്ളി ജിമ്മ്. നമ്മുടെ പ്രൊഡ്യൂസറായ അച്ചുവും സുഗു എന്ന് പറഞ്ഞ ഒരുമിച്ച് ഇവർ കൂടെ താമസിക്കുകയായിരുന്നു. അപ്പം പുള്ളി ഇടം വലം തിരിയാൻ വിടാതെ നമ്മൾ ദാവീദിന് വേണ്ടി മോൾഡ് ചെയ്തെടുത്തത്. പക്ഷേ പുള്ളി നന്നായിട്ട് കഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് പടത്തിൽ കാണാൻ പറ്റും. ഈ ശരിക്കും പറയാം, ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ പോയിട്ട് നമുക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല. ഈ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ ബോക്സ് ഇന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള, ഇപ്പോൾ റെഗുലർലി ഇപ്പോൾ 2 നേരം ചോറ് കഴിച്ച് ഭയങ്കരമായിട്ട് ശീലമുള്ള ഒരാളെ പെട്ടെന്ന് ഡയറ്റ് എടുക്കുമ്പോൾ ഉള്ളൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫാക്ടർ ഇതിൽ. പക്ഷേ 2 നേരം ചോറുണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഉച്ചയ്ക്കും വൈകുന്നേരം ചോറ്. പക്ഷെ ചോറിന്റെ അളവ് ഇത്ര ഉണ്ടായിരുന്നത് ഇത്രയായിട്ടൊന്ന് മാറിയെന്ന് മാത്രം. പിന്നെ കറികളിലെല്ലാം നമുക്ക് ചിക്കൻ ബ്രസ്റ്റിന്റെ കറി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫിഷ്, അതൊക്കെ അളന്നിട്ടാണ്. പിന്നെ അതിനകത്ത് എണ്ണയുടെ ഇത് കറക്റ്റ് അളന്ന് വളരെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് കറി ഉണ്ടാക്കുക, അത് കഴിക്കാം. ഈ ഗ്യാപ്പിൽ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് വായിലിടും, ഒരു സമാധാനത്തിന് വേണ്ടി, ടേസ്റ്റ് അറിയാൻ വേണ്ടി, അത്രേ ഉള്ളൂ. നമുക്ക് ചതിക്കാൻ തോന്നില്ല, കാര്യം നമുക്ക് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര വിഷമമാവും കുറച്ച് കഴിയുമ്പോൾ.
അപ്പൊ അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യാറില്ല. 1-2 പ്രാവശ്യം ഇങ്ങനെ കൊതി വരുമ്പോ ഒരു പീസൊക്കെ എടുത്ത് അല്ല അമ്മച്ചൊക്കെ പറയല്ല, കാരണം ഈ അങ്കമാലി മാങ്ങക്കറി അല്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് കറി സ്പൂണിൽ എടുത്തിട്ട് വെറുതെ വായിലേക്ക് വെച്ച് ടേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങ് വീട്ടിലോട്ട് വിട്ടില്ലല്ലോ. എന്നെ ഇവിടെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു, വീട്ടിലേക്ക് പോകാൻ സമയത്തുള്ള പരിപാടിയായിരുന്നു. ഈ ട്രെയിനിങ്ങിൽ ശരിക്കും എങ്ങനെയായിരുന്നു? അപ്പൊ എക്സോസ്റ്റഡ് ആവാന്ന് പറഞ്ഞൊരു പരിപാടി. അത് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഭയങ്കര ടയേർഡാവും. പക്ഷെ നമ്മള് ഈ റിസൾട്ട് നമുക്ക് ഇങ്ങനെ പയ്യെ നമുക്ക് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും. ആഷിഖ് അബു ആവാൻ വേണ്ടിയിട്ട്, ആഷിഖ് അബു എന്ന് പറയുന്ന ആളിലേക്കുള്ള ഒരു നടൻ അയാളുടെ ശരീരം കൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടി പരുവപ്പെടുക എന്ന് പറയുന്ന ഒരു, സത്യം പറഞ്ഞാൽ അത് ഒത്തിരി ടാസ്കുള്ള പ്രോസസ്സാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ അന്നെ ശരിക്കും കഷ്ടപ്പെടുത്തി. അല്ല, സ്പോർട്സ്മാൻ ബിൽഡിനോട് ഒരു ഭയങ്കര ഫാസിനേഷൻ തോന്നിയോ പിന്നെ ഈ വർക്ക് ചെയ്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും? യെസ്, ഞാനിപ്പോ അത് കാരണം ഇപ്പോഴും ഡയറ്റും വർക്കൗട്ടൊക്കെ അതേപോലെ തന്നെ പക്കയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ക അതായിട്ട് തന്നെ പോകുന്നുണ്ട്, നൈസായിട്ട് കൊണ്ടുപോകും. കാരണം അല്ലാതെ അത് 6 മാസം എടുത്ത് നമ്മൾ ചെയ്ത പ്രോസസ്സല്ലേ. ആദ്യം എനിക്ക് ദേഷ്യമായിരുന്നു, പിന്നെ അത് പയ്യെ ഇഷ്ടമായി. പിന്നെ നമുക്ക് അത് ചെയ്യാതിരുന്ന നമുക്ക് സങ്കടം. മധുരമൊക്കെ എങ്ങനെയാ? മധുരം അല്ലെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ട് കഴിക്കലില്ല. മധുരം എനിക്ക് അത്ര വലിയ താല്പര്യം. മധുരം എന്ന് പറഞ്ഞാൽ ഷുഗർ, ചോറിലുള്ള ഷുഗറാണ് എനിക്ക് ഭയങ്കരമായിട്ട് തടി ഉണ്ടാക്കിയ സംഭവം. പക്ഷെ ഞാൻ അല്ലാതെയുള്ള മധുരം എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് അങ്ങനെ അധികം അങ്ങനെ മിഠായികളാണെങ്കിൽ അങ്ങനെ കഴിക്കലൊന്നുമില്ല. ഈ സ്പോർട്സ് ഡ്രാമകളുടെ ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി അതിന്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ടെംപ്ലേറ്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമ്മള് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞപ്പോ ജോഹി സിക്കിന്ദർ അമീർ ഖാന്റെ സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിപ്പോൾ ചക്ക് ദ ഇന്ത്യ കുറെ നാളിങ്ങനെ ബെഞ്ച് മാർക്ക് എടുത്തു. പിന്നെയാണ് നമ്മൾ ഹീറോസ് പരാജയപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവുന്നു ഉള്ള സിനിമകൾ ആലോചിച്ചു തുടങ്ങി. അപ്പോൾ ചിച്ചോറ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ജേഴ്സി സംഭവിക്കുന്നു. ശരിക്കും ഈ ടെംപ്ലേറ്റ് കാരണം സ്പോർട്സ് ഡ്രാമകൾ നടക്കാതെ പോയിട്ടുണ്ടെന്നൊക്കെ പിന്നീട് വായിച്ചേക്കാറുണ്ട്. ശരിക്കും ടെംപ്ലേറ്റ് നിങ്ങൾ റീവർക്ക് ചെയ്തിട്ടുണ്ടോ? ആ ഒരു തീർച്ചയായിട്ടും പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളിപ്പോൾ പ്രയർ ബിഫോർ ദ ഡൗൺ പോലത്തെ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിലും ബോക്സിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആ ബോക്സിങ്ങിനെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ആ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലാത്ത രീതിയിൽ ആ ടെംപ്ലേറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വളരെ ആലോചിച്ച് തന്നെ ബ്രേക്ക് ചെയ്ത് തന്നെയാണ് പടത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇല്ലേ, ഇപ്പം സൈജുവേട്ടനും കുട്ടേട്ടനും ഒക്കെ ചെയ്തിരിക്കുന്ന അജു വർഗീസ്, ലിജോ മോള്, ഇവരൊക്കെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അറിയാവുന്ന മനുഷ്യരാകുമ്പോൾ നമുക്ക് എഴുതാനും കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ്. നമ്മൾ ഇവർ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. പിന്നെ ഞാനും ഗോവിന്ദും കണ്ടിരിക്കുന്ന സിനിമകളും മനുഷ്യരും കാഴ്ചകളും ഒക്കെ സെയിമാണ്. അതായത് ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞാൻ, ഡയറക്ടർ ഗോവിന്ദ്, എഡിറ്ററായിട്ടുള്ള രാജേഷ് ചെറുമടം, ഞങ്ങളെല്ലാവരും തീവണ്ടിയിലൊക്കെ ഒരുമിച്ച് അസിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരു റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കാണുന്ന സിനിമകൾ, ഞങ്ങളുടെ അഭിരുചി പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ എളുപ്പമാണ്. കൂടാതെ അസിസ്റ്റ് ചെയ്ത എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്ന്. അസിസ്റ്റ് ചെയ്ത എല്ലാവർക്കും എല്ലാവരും തമ്മിലൊരു അങ്ങനെ ഒരു കണക്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും കൂട്ടുകാരായിരുന്നു. അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. ഈ ഏറ്റവും ഡിഫിക്കൽട്ട് സീൻ അപ്പോൾ ശരിക്കും ഏതായിരുന്നു? ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സിംഗ് പരിപാടി ഭയങ്കര പാടാണ്. ശരിക്കും ഭയങ്കര ടയറിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അതെ, ഈ ഇത്രയും ഡയറ്റും പരിപാടിയും ഫോളോ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ ആൾ റിങ്ങി വന്ന് ഇടിക്കണം. ഇടിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വർക്കൗട്ട് ചെയ്യണം, ജിമ്മുണ്ട്, ഈ പറയുന്ന ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യണം, സീൻ ഷൂട്ട് ചെയ്യണം. സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് പോയി മറ്റേ കട്ടിലോട്ട് കിടക്കുമ്പോൾ കണ്ണടച്ച് പോകുന്ന അവസ്ഥയെന്ന് പറയുന്ന ആ രീതിയിലായിരുന്നു. അത്രയും ഹെക്റ്റിക്കായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് ഈ പണി നന്നായിട്ട് അല്ല, ഈ മുമ്പായിരുന്നെങ്കിൽ ഇപ്പൊ ആളുകൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആണല്ലോ. ഈ ബോക്സിംഗ് ബേസിക്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ആളുകൾ ഇപ്പം നോക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ഡേ ബോക്സിംഗ് റിംഗ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേയോ? നമുക്ക് ഒന്നും അറിയില്ല. നമ്മുടെ വിചാരം നമ്മൾ ചെയ്യണത് ശരിയാണെന്നാ. പക്ഷെ നമ്മൾ വെറുതെ ഒരു ഇത് അറിയണവർ കണ്ടു കഴിഞ്ഞാൽ അറിയണവർക്ക് ഇത് ഭയങ്കര ചിരി വരും നമ്മൾ കാണിക്കണമെന്ന്. പക്ഷെ ഫസ്റ്റ് ഡേ ആണ്, നമുക്ക് ഇതിനെ പറ്റി അറിയില്ലല്ലോ. പിന്നെ അത് ആദ്യം അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇവർ ഫസ്റ്റിലത്തെ ഒരു പഞ്ച് തന്നെ ഒരു കുറേ പ്രാവശ്യം ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് ബോറാവും. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ പഞ്ചും പഠിച്ച് കളത്തിൽ കയറണം എന്നുള്ള സാധനമാണല്ലോ. പക്ഷെ ഇവർ ഒരു പഞ്ച് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഓരോ പഞ്ചും അങ്ങനെ ചെയ്യിപ്പിച്ച്
അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്. ശരിക്കൊരു ബോക്സർ എങ്ങനെയാണ് ഇത് ബോക്സിംഗ് പഠിക്കണേ അതിന്റെയൊക്കെ ഏകദേശം ഒരു അടുത്ത കൂടെ തന്നെയാണ് ഞാനും പോയേക്കണത് പ്രോസസ്സ്. ഇനി എങ്ങനെ കുറച്ചുകൂടെ ഡെയിലി പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഒക്കെ ക്രിക്കറ്റ് ഒക്കെ പോലെ? പിന്നെ ഡെയിലി പ്രാക്ടീസ് പരിപാടി നമ്മൾ ഇത് ചെയ്യണത് 6 മാസം പക്കയായിരുന്നു. ഷൂട്ട് ഉണ്ടെങ്കിൽ പോലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് 2-3 ബോക്സർമാർ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതായത് നൗഫർ ഖാൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ബോക്സർ, ടിൻസൺ ഭായ്, ഇവരെല്ലാവരും ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ബോക്സിങ്ങിൽ എന്തെങ്കിലും മൂവ് പരിപാടി, പിന്നെ ദുബായിലുള്ള ജിതിൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ എന്നെ ദുബായി പോകുമ്പോൾ അവിടെയും പ്രാക്ടീസാണ്. റിലാക്സ് ചെയ്യാൻ ദുബായി പോയി കഴിഞ്ഞാൽ അവിടെയും വെറുതെ വിടത്തില്ല, അവിടെയും പ്രാക്ടീസ്. ഇവിടെയും പുള്ളി ഷൂട്ട് ഫൈനൽ നടക്കുന്ന സമയത്തെല്ലാം പുള്ളി കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ എഴുതുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക ബോക്സർമാരെയും കണ്ടിട്ട് ഞങ്ങൾ ഇതൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരുന്നു. എന്തായിരുന്നു ബോക്സിങ്ങിൻ്റെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അത് നമ്മൾ പുറത്ത് അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? ഓൾറെഡി ഞങ്ങളെ ഫൂട്ടേജും പരിപാടിയും എല്ലാം ഞങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾ അതിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങൾ, ബോക്സിങ് സത്യത്തിൽ നമ്മുടെ ഇവിടുന്ന് പോയിട്ട് ഗോൾഡ് അടിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഇവർ ഇവിടെ മറ്റേ റിസർവേഷൻ പോലും ഇല്ലാണ്ട് മറ്റേ ട്രെയിനിൽ ബാത്റൂമിൻ്റെ വാതിക്കെ കിടന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഈ സാഹചര്യത്തിൽ പോയിട്ടാണ് ഇവൻ നന്നായി പെർഫോം ചെയ്ത് ഇവൻ അവിടുന്ന് ഗോൾഡ് അടിച്ച് വരുന്നത്. ഗോൾഡ് അടിച്ച് കഴിഞ്ഞാലേ ഇവന് മറ്റേ ഒരു റിസർവേഷനിൽ തിരിച്ചുള്ള വരാൻ പറ്റുന്നുള്ളൂ. അത്രയും സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കഥകൾ നമ്മുടെ ബോക്സിങ്ങിലെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുമ്പം നമ്മളിത് പറയേണ്ട കാര്യങ്ങളാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പഴയ ജിമ്മിലെ ആശന്മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ആശന്മാരെന്ന് വിളിക്കണ ആള് ശരിക്കും ഇപ്പൊ കുട്ടേട്ടൻ ശരിക്കും അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോഴിക്കോടുള്ള പുള്ളാടിക്കുന്നിൽ പുത്തേലത്ത് രാഘവൻ എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടർ ഉണ്ട്. പുള്ളിയെ തന്നെയാണ് കുട്ടേട്ടൻ പുള്ളിയെ പുള്ളി മരിച്ചുപോയി. പുള്ളിയെ നേരിട്ട് കാണുകയോ പുള്ളിയുടെ ഫുട്ടേജുകളൊന്നും കാണുകയോ അങ്ങനൊന്നും അല്ല. കുട്ടേട്ടൻ ഈ ക്യാരക്ടർ പറഞ്ഞു. കുട്ടേട്ടൻ്റെ ഒരു മീറ്ററിൽ തന്നെ കുട്ടേട്ടൻ്റെ സത്യം പറഞ്ഞാൽ കുട്ടേട്ടൻ ആശാനാണ്. ഈ കുട്ടേട്ടൻ ക്യാരവാനിലോട്ടൊന്നും പോകുന്നില്ലായിരുന്നു. ഇരിക്കും, കുട്ടേട്ടൻ്റെ ചുറ്റും ആൾക്കാരുണ്ട് എപ്പോഴും. കുട്ടേട്ടൻ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കഥകൾ, കാര്യങ്ങൾ, ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി എടുത്ത പ്രിപ്പറേഷൻസ്, പരിപാടികൾ. ഇതിനിടയിൽ പുള്ളിക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. കിഷ്കിന്താകാന്ഡം കഴിഞ്ഞ ടൈം, അപ്പോൾ അതിൻ്റെ കോളുകൾ. അപ്പോൾ പുള്ളിയായിട്ടുള്ള അനുഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ കിട്ടിയേക്കുന്നത് മറ്റേ ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ, അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. ശരിക്കും ഇനിയിപ്പോ ദാവീദ് കഴിഞ്ഞിപ്പോ അടുത്ത പരിപാടികളെ കുറിച്ച് ഞങ്ങൾ കുറച്ചധികം റൂമറുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റെ ഇപ്പൊ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യമൊക്കെ വന്നു തുടങ്ങി. പോസ്റ്റ് ദാവീദ് സംഭവം നമ്മളങ്ങനെ വേറെ പ്രത്യേകിച്ച് അതിനെ പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല ഇനി ശരിക്കും എന്താ ആ ഒരു സോൺ ഭയങ്കര ഇപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് ഇപ്പൊ RDX ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ ബോക്സിംഗ് റിലേറ്റഡ് മൂവീസ് ഒക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് തോന്നിയിരുന്നു. അതങ്ങനെ സംഭവിച്ചു. ഭാഗ്യവശാൽ സംഭവിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.